എല്ലാവർക്കും നമസ്കാരം. SSLC 2025 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1. ചിത്രത്തിൽ O വൃത്തകേന്ദ്രം ACB 70 ആണെങ്കിൽ കോൺ AOB എത്ര? കോൺ AOB വളരെ എളുപ്പമാണ്, 140 ഡിഗ്രി, അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി അല്ലേ. അതുപോലെ കോൺ ADB എത്രയാണ്? കോൺ ADB എത്രയാണ്? 70 ഡിഗ്രി. ഒരേ ചാപത്തിലെ കോണുകളൊക്കെ തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. 3, 8, 11 എന്ന സമാന്തര ശ്രേണിയാണ് ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം D = 5. അതിൽ രണ്ടാമത്തെ ഉപചോദ്യം എന്താ? ഈ ശ്രേണിയുടെ 11ാം പദം കാണുക. 11ാം പദം A+10D ആണ്. അപ്പോൾ 3 + 10 × 5 50, 53 53 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താ 3? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യ കടലാസിൽ എഴുതി അതിൽ ഒരു കടലാസ് നോക്കാതെ എടുക്കുക. അത് പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ആണ്. ഏതാ അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7, 11, 13, 17, 19. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്ത്? അപ്പോൾ 8 എണ്ണം ആയതുകൊണ്ട് 8 ആകെ 20. അപ്പോൾ ആദ്യത്തെ ആൻസർ 8/20 ആണ്. അത് വേണമെങ്കിൽ ചെറുതാക്കിയാൽ നമുക്ക് 2/5 എന്ന് കിട്ടും. അതുപോലെ B എന്താ? അതൊരു പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 ഉണ്ട്, 2 സ്ക്വയർ 4 ഉണ്ട്, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 വരില്ലേ, 20 വരെയുള്ളൂ. അപ്പോൾ എത്ര ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ ബിയുടെ ആൻസർ 4/20, ചെറുതാക്കിയാൽ 1/5. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ? ഒരു കോണളവ് തന്നിട്ടുണ്ട്, ഒരു വശം 4 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? പരിവൃത്ത വ്യാസം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. A/sin A = 2R. A എന്ന് പറഞ്ഞാൽ ഒരു വശമാണ്, അത് 4 ആണ്. അപ്പോൾ 4/sin 50. sin 50ന്റെ വില 0.77 തന്നിട്ടുണ്ട്. അപ്പോൾ 4/0.77 = 2R എന്ന് എഴുതാം. ഇത് തൽക്കാലം ഹരിക്കേണ്ട, അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറച്ചപ്പോൾ, അപ്പൊ എണ്ണൽ സംഖ്യ X എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ എന്തെടുക്കുക? X എന്ന് എടുക്കുക. ഒരു എണ്ണൽ സംഖ്യയുടെ വർഗത്തിൽ നിന്നും അതേ സംഖ്യയുടെ 6 മടങ്ങ് കുറക്കും. ഇപ്പൊ വർഗം സ്ക്വയർ എന്ന് പറഞ്ഞാൽ Xന്റെ വർഗം X², അതിന്റെ 6 മടങ്ങ്, Xന്റെ 6 മടങ്ങ് എന്താ? 6X. അത് കുറച്ചപ്പോൾ എന്ത് കിട്ടി? 187 കിട്ടി. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം X എന്ന സംഖ്യ X എന്നെടുത്ത് ഒരു രണ്ടാം സമവാക്യം ഉണ്ടാക്കണം. അപ്പോൾ X² - RX = 187. സംഖ്യ കണ്ടുപിടിക്കുവാൻ നമ്മൾ വർഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. X² - RX പ്ലസ് 6ന്റെ പകുതി 3, 3 സ്ക്വയർ എഴുതുക, അപ്പുറത്തും 3 സ്ക്വയർ എഴുതുക. അപ്പം ഇത് X - 3 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ 9, 7, 16, 196 വരും. അപ്പോൾ X - 3 ഇതിന്റെ റൂട്ട് എടുക്കുക, 196 14 ആണ്. X = 14 + 3 17 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ സംഖ്യ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് പ്ലസ് മാത്രം എഴുതിയാൽ മതി, 17 ട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 6. 2, 5, 3, 7 ഇവ ഒരേ ഒരു വരയിലെ ബിന്ദുക്കൾ. 2, 5, 3, ഇവ ഒരു വരയിലെ ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ്. വരയുടെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കാണാൻ y വിലയുടെ വ്യത്യാസം X വിലയുടെ വ്യത്യാസം. അപ്പൊ എന്ത് കിട്ടും? 7 - 5/3 - 2 2/1 എന്ന് കിട്ടും. 2/1 അല്ലെങ്കിൽ 2. സമവാക്യം എഴുതണമെങ്കിൽ ഒരു പോയിന്റ് XY എന്ന് എടുക്കുക, ഒരു പോയിന്റ് നമുക്ക് തന്നുള്ള ചെരിവ് 2, 5 എടുക്കുക. അപ്പൊ എന്ത് എഴുതാം? y - 5/x - 2 = ചെരിവ് എഴുതുക, സ്ലോപ്പ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y - 5 = 2 × x - 2, y - 5 = 2x - 4, y - 5 - 2x + 4 = 0, y - 2x - 1 = 0. അതാണ് വരയുടെ സമവാക്യം. y - 2x - 1 = 0. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ? 2, 8, 14 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്തെന്നാണ് ചോദ്യം. 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം. 6 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എങ്ങനെ കാണാം? ഇപ്പൊ 2നെ 6 ആയിട്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2, 8നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 1 6 6 ശിഷ്ടം 2, 14നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2, ഒക്കെ ശിഷ്ടം 2 ആണ്. അപ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ത്? റിമൈൻഡർ എന്താണ്? 2. 176 ഇതിലെ പദമാണ് നോക്കാൻ. 176നെയും 6 കൊണ്ട് ഹരിച്ചു നോക്കുക. 6 2 12,
56 6 6 36 7 6 42 8 6 8 9 തവണ പോകും 9 6 54. അപ്പോൾ സിസ്റ്റം 2 കിട്ടി. എല്ലാ റിമൈൻഡേഴ്സ് സിസ്റ്റം തുല്യമായതുകൊണ്ട് 176 പദം ആണ് കേട്ടോ. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. PA 8 AB 3 ആയാൽ PC 10 ആയാൽ PBയുടെ നീളം നോക്കൂ. മൊത്തം നീളം 8 ആണ്. AB 3 ആണെങ്കിൽ PB എത്രയാ? 8 എന്ന് 3 കുറയ്ക്കുക. PB സമം 5 എന്ന് കിട്ടും അല്ലേ. ഇനി PDയുടെ നീളം കാണാം. PDയുടെ നീളം എങ്ങനെ കാണാം? PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD. PA എത്രയാ? PA 8, PB 5. ഇപ്പൊ കിട്ടി അല്ലേ. PC അറിയില്ല. PC അറിയാം. PC എത്രയാ? 10. PC 10 ആണ്. PD അറിയില്ല. 8 5 40 സമം 10 ഇൻറ്റു PD. 40/10 ആണ് PD വരിക. അതായത് PD സമം എത്ര കിട്ടി? 4 എന്ന് കിട്ടും. PD സമം 4. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താ? 4 3 എന്ന ബിന്ദു കേന്ദ്രമായ 5 യൂണിറ്റ് അകലെ ഒരു വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് X അക്ഷത്തിലേക്കുള്ള അകലം എന്ത്? അതായത് X അക്ഷം Y അക്ഷം വരച്ചിട്ട് ഒരു പോയിന്റ് തന്നിട്ടുള്ളത് 4 3 ആണ്. ഈ 4 3 കേന്ദ്രമായിട്ട് നമ്മളിങ്ങനെ വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. റേഡിയസ് ആയിട്ട് വൃത്തം ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് തന്നുള്ള ഈ അകലം എത്രയാണെന്ന് അറിയണം. അതായത് X എന്ന് ഉള്ള അകലാണ് 4, Y എന്നുള്ള അകലാണ് 3 അല്ലേ. 4 3. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും X അക്ഷത്തിലേക്കുള്ള അകലം എന്ത്? ഈ അകലം എത്രയാ? സോറി, ഇവിടെ നിന്ന് ഇതുവരെ 4 എടുക്കുക. ഈ 4 നിന്നുള്ളതാണ് നമ്മൾ മുകളിലേക്ക് എടുത്തത്. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 3 ആണ് അല്ലേ. 4 3 എന്ന് പറഞ്ഞ പോയിന്റ് ആദ്യത്തെ X ആണ്, രണ്ടാമത്തെ Y ആണ്. അപ്പോൾ X 4ലും Y 3ലാണ് മുട്ടുന്നത്. നമ്മളോട് ചോദിച്ചുള്ളത് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് Xലേക്കുള്ള അകലം. ഈ അകലം എത്രയാണെന്ന ചോദ്യം. ഈ അകലം എത്രയാ? 3 യൂണിറ്റ്. ഓക്കെ, ഇനി ഈ വൃത്തം X അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യ എഴുതാൻ. ഇത് 3ഉം ഇത് 4 ആണെങ്കിൽ 3 4 ആണെങ്കിൽ ഇത് മാഷ് ഇങ്ങനെ വരച്ചു. അപ്പോൾ 3 4 ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കും. മട്ടത്രികോണാണ്. പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 3 4 5. അപ്പോൾ റേഡിയസ് 6 5 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 5 ആണ്. ഓക്കെ, ഇത് 5 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ഈ വൃത്തം X അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കൾ. അപ്പോൾ X അക്ഷത്തെ ഒന്ന് ഇവിടെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അത് 0 0. ഒന്ന് ഇവിടെ മുറിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വരെ 4 ആണ്. ഇത് 5 തന്നെയാണ്. ഇത് 3 ആയതുകൊണ്ട് ഇത് വീണ്ടും എത്രയാ? 4. അപ്പം മൊത്തം ഇവിടുന്ന് എത്രയായി? 8 ആയി. X അക്ഷത്തിൽ തുടർന്നുകൊണ്ട് Y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ X അക്ഷത്തിൽ തുടർന്ന ബിന്ദുക്കൾ ഏതൊക്കെയാ? 0 0 8 0. അതാണ് 9ാമത്തെ ചോദ്യം. ഇനി 10ാമത്തെ എന്താ? ചിത്രം വരയ്ക്കുക. എല്ലാ കുട്ടികൾക്കും അറിയാം അല്ലെ. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച് കേന്ദ്രത്തിൽ നിന്ന് 9 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഇതിന്റെ മധ്യലംബം വരയ്ക്കണു, അടുത്ത വൃത്തം വരയ്ക്കണു, തൊടുവരകൾ വരയ്ക്കണു. ക്ലാസ്സിൽ ഒരുപാട് ചെയ്ത കണക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അതിന്റെ മാർക്ക് കിട്ടും. ഇതാണ് ആദ്യത്തെ 10 ചോദ്യത്തിന്റെ ഉത്തരം. മാഷ് ഒന്നുകൂടി ആൻസർ മാത്രം പറയാം. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ A 140, B 70. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ D 5, അതായത് പൊതുവ്യത്യാസം 5, 10 50, 11 53. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ A 2/5, B 1/5 ചെറുതാക്കിയതാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിൽ വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാസം നമ്മൾ ചെറുതാക്കണ്ട. തൽക്കാലം 4/0.77 എന്ന് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം. അഞ്ചാമത്തേൽ നമ്പർ X എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഘടക സമവാക്യം രൂപീകരിച്ചു. Xന്റെ വില 17 എന്ന് കിട്ടും. ആറാമത്തെ ക്വസ്റ്റ്യനിൽ സൂചക സംഖ്യയാണ്. അതിൽ സ്ലോപ്പ് വരയുടെ ചെരിവ് 2 എന്ന് കിട്ടും. സമവാക്യം y - 2x - 1 = 0. ഏഴാമത്തെ ചോദ്യം ശിഷ്ടം എത്ര? റിമൈൻഡർ എത്ര? 2 എന്ന് വരും. 176 176 അതിലൊരു പദമാണോ? ആണ്. കാരണം റിമൈൻഡർ സെയിം ആണ്, ശിഷ്ടം സെയിം ആണ്. എട്ടാമത്തേൽ PB A 5 കിട്ടും, PD 4 കിട്ടും അല്ലേ. പിന്നെന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത്? PDയുടെ നീളം എത്രയെന്നാണ്? 4 എന്ന് കിട്ടും. പിന്നെ ഒൻപതാമത്തെ ചോദ്യം 6 5 X ബിന്ദുവിലേക്കുള്ള അകലം 3 എന്ന് എഴുതുക. Aയുടെ ആൻസർ 3, Bയുടെ ആൻസർ 0 0 8 0. X അക്ഷത്തിൽ തൊടുന്ന ബിന്ദുക്കൾ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കാനാണ്. ഇതാണ് ആദ്യത്തെ 10 ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ആൻസറുമായി ഉടനെ വരാം.